ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം ടൈമൊന്നും വേണ്ട, അതേപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യം ചിക്കൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ബിരിയാണി കട്ട് പീസസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അൽഫാമിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് വെക്കാം. 1.5 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ കാഷ്യൂ നട്ട്സും ഉള്ളിയൊക്കെ കൊണ്ടൊരു പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് 25 കാഷ്യൂ നട്ട്സും 20 അല്ലി വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ 1.5 ഇഞ്ചിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കാനുള്ളത് ഒരു മീഡിയം സൈസിലെ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ല പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ തൈര് മിക്സിയിലിട്ട് 2 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ 1 കപ്പ് ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 3/4 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയുമാണ്. സാധാരണ അഫ്ഗാനി ചിക്കനിൽ ചിക്കൻ മസാലയ്ക്ക് പകരം യൂസ് ചെയ്യുന്നത് ചാട്ട് മസാലയാണ്. അപ്പോൾ എനിക്ക് ഈ ഫ്ലേവർ കുറച്ചുകൂടി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഒരു ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്ലേവറാണ്. അത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും 3/4 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ക്രീമൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ചിക്കനും ക്രീമും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ ബാക്കി വരുന്ന ക്രീം മാറ്റി വയ്ക്കുക. ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് വീതം 2 സൈഡും ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ നമ്മൾ എക്സ്ട്രാ പിന്നീട് വേവിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഒരു 3 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ 1/2 കിലോയുടെ ചിക്കനൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേ പാനിൽ തന്നെ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ബാച്ച് ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ചിക്കൻ കൂടി ഇങ്ങനെ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീം കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 15 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ 17 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 17 മിനിറ്റ് കൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രേവി ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. കുറച്ചുകൂടി ഒന്ന് കുറുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് കുറുക്കിയെടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നിങ്ങൾക്കൊരു സ്മോക്കി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഗ്ലാസ്സിലോ മറ്റോ ചാക്കോൾ പീസ് വെച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുബൂസിൻ്റെ കൂടെയോ നാനിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നീട് കാണാം.